എവിടെയാണ് നിന്റെ കൂട്ടുകാരികളൊക്കെ? എല്ലാം പേടിച്ചോടിയോ? പ്രതാപൻ ആരാണെന്ന് നിനക്കൊക്കെ കാണിച്ചു തരാം. അവര് വന്നില്ലെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് അവരെ കണ്ടുപിടിക്കാം. പിടിച്ച് കെട്ടടവന്മാരെ. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. 7 വയസ്സുകാരിയെ പീഡിപ്പിച്ചുവെന്ന് കുറ്റസമ്മതം നടത്തി വയോധികൻ. മലയിൽ തഹസിൽദാർ പ്രതാപനാണ് ഈ കുറ്റസമ്മതം അറിയിച്ചത്. പ്രതാപന്റെ തിരോധാനത്തിന് പിന്നാലെയാണ് പ്രതാപന്റെ തന്നെ കുറ്റസമ്മതം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇവനെ കൊണ്ടല്ലോ നാട്ടു റോഡിൽ വെടിവെച്ച് കൊല്ലണം. വാന പറട്ടെ കൊച്ചിനെ. അയ്യോ, നിങ്ങളിവിടെ പോയേ? ഞാൻ വിചാരിച്ചു നിങ്ങളിവിടെ കിടന്ന് ഉറങ്ങായിരിക്കുമെന്ന്. എവിടെ പോയത്? ഞങ്ങളെ ഓടാൻ പോയതാ. ഓടി ഓടി തളർന്നു. അതെ. എന്തിനാണ് ഈ തളരുന്നത് ഓടുന്നത്? അപ്പൊ അല്ലെങ്കിൽ അവര് നമ്മളെ പിടിക്കത്തില്ല അമ്മാവ. അവരാ? അവര് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, BP എല്ലാരും പിടിക്കത്തില്ലേ? എന്റെ പൊന്നു മക്കളെ, ഈ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിവിടെ എന്ത് ആഹാരമാണ് കഴിക്കുന്നത്? ആദ്യം നല്ല രീതിയിലുള്ള ആഹാരം കഴിക്കാൻ നോക്കും, എന്നിട്ട് പോയി വ്യായാമം ചെയ്യും കേട്ടാ. ഇനി വേണം അമ്മാവ വല്ലതും കഴിക്കാൻ. വാങ്ങിച്ചോണ്ട് എന്തോന്ന് വേണോ? ഇഡലി വേണോ, ദോശ വേണോ, പുട്ട് വേണോ? എന്തെങ്കിലും മതി. ഞാൻ തന്നെയാണ് ആ തെറ്റ് ചെയ്തത്. എൻ്റെ വീട്ടിൽ ജോലിക്ക് നിന്ന രമയുടെ മകളെ ഞാൻ ഉപയോഗിച്ചു. 7 വയസ്സായിരുന്നു. മക്കളെ കണ്ട, ഏതോ കൊച്ചിനെ പീഡിപ്പിച്ചിട്ട് അവനിപ്പോ മാനസാന്തരം വന്ന് അവൻ തന്നെ വീഡിയോ എടുത്തിട്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ളവന്മാരുണ്ടല്ലോ, ജനങ്ങളുടെ ഇടയിൽ പറഞ്ഞ് അയക്കണം. അവർ നോക്കിക്കോളും കാര്യം. അമ്മാവാ, ഈ സിറ്റുവേഷനിൽ അമ്മാവനായിരുന്നെങ്കിൽ അമ്മാവൻ എന്ത് ചെയ്യാറുണ്ട്? ഞാനവൻ കൊന്നുകളായിരുന്നു മക്കളെ. ഇവനെ പോലുള്ളവരൊക്കെ ജീവിക്കാൻ പാടില്ല. ഇവരൊന്നും മനുഷ്യ ഗണത്തിലേ കൂട്ടരുത് അവനെയൊന്നും കേട്ടാ. അതെ അമ്മാവ. ഞാൻ എന്തായാലും പോയി നിങ്ങൾ കഴിക്കാണ്ട് ഭക്ഷണം വാങ്ങിച്ചോണ്ട് വരാം. എന്തായാലും അമ്മാവൻ പറഞ്ഞിട്ടപ്പോ സന്തോഷമായി. നമ്മൾ ചെയ്തൊരു നല്ല കാര്യമാണല്ലോ അല്ലേ? വീഡിയോ പുറത്തു വന്നോണ്ട് നമുക്ക് റിസ്ക് ഇല്ല. അതിന് പോലീസുകാരെ നോക്കിക്കോളൂ അവന്റെ കാര്യം. പക്ഷെ നീ സൂക്ഷിക്കണം. ഞങ്ങളുടെ ആരുടെയും ഫേസ് അയാൾ കണ്ടിട്ടില്ല, നിന്റെ ഫേസാ കണ്ടിട്ടുള്ളത്. സൂക്ഷിച്ചേ പറ്റത്തുള്ളൂ. പേടിപ്പിക്കല്ലേ. ഞാൻ കാര്യം പറഞ്ഞതാ. ഞാനൊന്ന് കുളിക്കട്ടെ, ദേഹം ഫുള്ളും ഭയങ്കര വേദന. കുളിക്കണൊക്കെ കൊള്ളാം, പെട്ടെന്ന് ഇറങ്ങണേടി. എന്റെ പൊന്നു ചാരു, നീ കുറച്ച് നേരത്തെ ഏരിയലോട്ട് വരല്ലേ? എനിക്ക് എണ്ണയും കുഴമ്പൊക്കെ തേച്ച് നന്നായിട്ട് സമയം എടുത്ത് കുളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്താ എനിക്ക് കുളിക്കണ്ടേ? കുറച്ച് നേരം നീ വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. നീ ആനയൊന്നും അല്ലല്ലോ. ആണെന്ന് കൂട്ടിക്കോ. നീ എങ്ങോട്ട് വരുന്ന? എനിക്കൊന്ന് കിടക്കണമെന്നേ. അയ്യോ, എന്താണ് നിന്റെ പ്ലാൻ? എടി, ഞാൻ കുറച്ചാലും ബോംബെ പോയി നിന്നാലോന്ന് ആലോചിക്കാം. അവന്മാരിപ്പോ എന്റെ മോൻ കണ്ടെന്നല്ല അവന്തി പറഞ്ഞത്. ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്റെ നേർക്കല്ലേ വരുള്ളൂ. ഞാനും കൊന്നാലോ? എന്തിനാ? അതിന്റെ ആവശ്യമൊന്നുമില്ല. നീ പോകുന്നു വേണ്ട. പിന്നെ ഇപ്പൊ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയി. നമുക്ക് എന്ത് വന്നാലും ഒരുമിച്ച് നേരിടാം. അവന്മാരൊക്കെ വരട്ടേന്നേ, നമുക്ക് ഇടിച്ച് സൂപ്പാക്കാം അവന്മാരെയൊക്കെ. എന്നാ ഞാനും പോയി റെസ്റ്റ് എടുക്കട്ടാ. ഞാനും വരും. വയ്യ, ഇരിക്കാനും വയ്യ.
ഇവിടെ ആരും ഇല്ല. വാച്ച് ഇറ്റ് ക്ലിയർ. വാച്ച്. നല്ല രീതിയിലുള്ള മൽപ്പിടുത്തം നടന്നിരിക്കുന്നു. Come on. Hello sir. We are from CBI. സാറ് പറയരുത്. നേരെ തകൽ ചെയ്തതാണ് മനസ്സിലാവും. അത് ഐഡി കാർഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഗവൺമെന്റ് ഉദ്യോഗസ്ഥനല്ലേ ഉണ്ടായിരിക്കും. എന്നാ നമ്മൾ CID. ഒരക്ഷരത്തിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. ഇത്രയല്ലേ ഉള്ളൂ. അതുപോലെ നിങ്ങളുമായിട്ടൊന്ന് സംവദിക്കാനാണ് ഞാൻ വന്നത്. രവികാന്തൻ, ടേക്ക് യുവർ സീറ്റ്. കുഴപ്പമില്ല. സ്ത്രീധനം പോയ ഇല്ലില്ല. പോയാലേ. സർ, ഇന്നലെ വളരെ നാടകീയകരമായ സംഭവ വികാസങ്ങളാണ് ഇവിടെ നടന്നതെന്ന് നമ്മൾ അറിഞ്ഞു. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണ്. നിങ്ങളൊന്നും കൊണ്ട് പേടിക്കേണ്ട. നിങ്ങളുടെ കൂട്ടിന്, നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി അഗ്നി ഡിറ്റക്റ്റീവ് ടീം ഏജൻസി കൂടെ ഉണ്ട്. അപ്പൊ പവികാന്തൻ, ഞാൻ തയ്യാറാക്കി തന്ന ചോദ്യങ്ങൾ ചോദിച്ചോളൂ. ഓക്കെ, ഞാൻ മൊബൈൽ സാർ വിലപ്പെട്ട സമയത്ത് നിന്നും കുറച്ച് ആദ്യം അഗ്നി TV എക്സ്ക്ലൂസീവ് തിരോധാനപ്പെട്ട ആൾ, അത് ആദ്യം പറ. എല്ലാം ഞാൻ ഇനി ഓരോന്നായിട്ട് പറഞ്ഞു തരാം. വെൽക്കം ടു അഗ്നി ന്യൂസ് ചാനൽ. നമ്മളോടൊപ്പം ഉള്ളത് തിരോധാനപ്പെട്ട തഹസീൽദാർ പ്രതാപൻ സാർ. തിരോധാനപ്പെട്ട തഹസീൽദാർ. എല്ലാവർക്കും നമസ്കാരം. അഗ്നി TVയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ ഇന്നുള്ളത് തിരോധാനപ്പെട്ട തഹസീൽദാർ പ്രതാപൻ സാറാണ് നമ്മുടെ കൂടെ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹമായിട്ട് നമുക്ക് കുറച്ചു നേരം സംവദിക്കാം. നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കാം എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യങ്ങൾ ചോദിക്കാം. സാർ പറയൂ, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയൂ സാർ, എന്താണ് സംഭവിച്ചെന്നുള്ളത് നമ്മുടെ കാര്യങ്ങൾ. അതിനു മുന്നേ നമുക്കറിയേണ്ട എത്ര പേരാണ് സാർ സാറിനെ ആക്രമിക്കാനായിട്ട്? 4 പേരുണ്ടായിരുന്നെന്ന് ഇന്നലെ കണ്ടില്ലേ? എല്ലാവരും നാട്ടുകാർ കണ്ടില്ലേ? നീ സമയങ്ങളല്ലേ പുള്ളി പറയട്ടത്. സാർ ആക്രമിക്കാനായിട്ട് വന്നത് 4 പേര്. അത് പുള്ളി എന്തിനു പറയണം? നമുക്കറിയാം. നീ ബാക്കി ചോദിച്ചു. സാർ എങ്ങനെയാണ് സാറിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയുമോ സാർ? അവർ വന്ന് ആക്രമിച്ച സമയത്ത് സാർ വിറയ്ക്കുന്നുണ്ടോ? എടാ, എക്സ്പീരിയൻസാ. പിന്നെ പവി എന്റർടൈൻമെന്റ് അല്ല ആവശ്യം, എക്സ്ക്ലൂസീവ് ആണ്. ടെൻഷൻ വരുന്ന ചോദ്യങ്ങൾ ചോദിച്ചു. ടെൻഷൻ വരുന്ന കാര്യം എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ പുള്ളി മമ്മൂട്ടിയുടെ സിനിമ കണ്ടിട്ട് വന്നിരിക്കുന്നത്. നീ എന്തുവാ നീ? സാറിന് ടെൻഷൻ വരുന്ന കാര്യങ്ങൾ ചോദിക്കണം. സാറേ, ഇന്നലെ ആരാണ് ഇവിടെ കയറി സാറിനെ മാക്കനെ അടിച്ച ചോദിച്ചു? ആരാണ് സാർ സാറിനെ മർദ്ദിച്ചിട്ട് ഇങ്ങനെ ആക്കി വിട്ടത്? പറ. ആരെങ്കിലും സാറിന് സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ അഗ്നി ന്യൂസ് ചാനലിന് വേണ്ടി സാർ ഇതുവരെ ആരും ലൈവ് ഇട്ടിട്ടില്ല. എക്സ്ക്ലൂസീവ് ഞാനും കൂടെ വരാം. അഗ്നി ന്യൂസ് ചാനലിന് വേണ്ടി ഇതാ നമ്മൾ നമ്മുടെ തിരോധാനപ്പെട്ട എവിടെയാടാ അത് കാണാനില്ല സിമ്പിള് കംപ്ലൈന്റ് തിരോധാനപ്പെട്ട പ്രതാപൻ സാറിന്റെ അടുത്താണ് നമ്മൾ ഇരയോടൊപ്പമാണ് നമ്മൾ ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ വേറെ മർദ്ദിച്ചെന്നാണ് പറയുന്നത്. സാർ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയണം സാർ നമ്മുടെ അടുത്ത്. കാരണം എന്തായാലും നമുക്കത് അന്വേഷിക്കാൻ പറ്റത്തുള്ളൂ സാർ. പ്ലീസ്. പവി, പുള്ളി വേറെ ടെൻഷനിലിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ സംഭവം എന്തെന്നാ, ഇങ്ങനെയൊക്കെ ആക്രമിക്കപ്പെടുമ്പോൾ ചില ആളുകൾ മൈൻഡ് ഔട്ട് ആവും. മൈൻഡ് ഔട്ട് ആയി കഴിഞ്ഞ് ചിലപ്പോൾ സൈക്കോ ആവും, ചിലപ്പോൾ ഭ്രാന്ത് പിടിക്കും, ചിലവർ കയറി ആത്മഹത്യ ചെയ്യും. പക്ഷെ സാറിനെ കണ്ടിട്ട് അതിന്റെ വേറെ വേർക്കുന്നുണ്ടില്ലേ? ഈ ഒരു കാര്യം ചെയ്യും, എല്ലാം പോയി സെർച്ച് ചെയ്തിട്ടോ, എല്ലാ സ്ഥലവും സെർച്ച് ചെയ്യും. വല്ലാത്ത കുഴപ്പം തന്നെയല്ലേ? പുതിയ ജൂനിയറാണ്, പഠിച്ചു വരുന്നേ ഉള്ളു കാര്യങ്ങൾ. പക്ഷെ ഡീൽ ചെയ്യണം നോക്കിയോ നമ്മള്. പിന്നെ സാറേ പറ, എന്തിനാണ് ശരിക്കും അതിന്റെ അകത്ത് ആ റൂം അലങ്കോലായിട്ട് പറയണ്ടേ? എനിക്കറിയാലോ, അതൊക്കെ നോക്കി കണ്ടുപിടിക്കണം. സാറിന് എന്താണ് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. BP ഉണ്ടോ? വേർക്കണെന്ത്? നല്ല വേർക്കുന്നുണ്ടല്ലോ. ടെൻഷൻ. ഞാൻ ഒരു പാട്ട് പാടിത്തരാം, അപ്പൊ സാറ് കൂളാവും. അത് കഴിയുമ്പോ നമുക്ക് ഇന്റർവ്യൂ തുടങ്ങാം. ഒന്നുരിയാടാൻ കൊതിയായി കാണാൻ കൊതിയാ. പുതിയ പാട്ട് വേണം. ഒന്ന് പോയി സാറ് കൂളായിട്ടില്ലേ? ഇതൊക്കെ എല്ലാ വീട്ടിലും സംഭവിക്കണ തന്നെ. സാറ് തഹസീൽദാരായിരുന്നോണ്ട് ആണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അല്ല, ഇങ്ങനെ 4 പേര് വന്ന് അടിച്ചിട്ട് പോയില്ലേ? ഒന്ന് പോയി തരുമോ? കല്യാണം നടത്തി കൊടുത്തില്ലേ ആരെങ്കിലും? എന്തായാലും ഈ മാസ്ക് വെച്ചവരുടെ മുഖം സാറ് നേരത്തെ മുമ്പ് കണ്ടിട്ടുണ്ടോ? അവരെ കണ്ടാ എങ്ങനെ? എനിക്കൊന്നും പറയാനില്ല മാഷെ. ഒന്നും പറയില്ല. ഞാൻ ഒരു പാട്ട് പാടി തരട്ടെ, ഒന്നുകൂടെ റിലാക്സ് ആവാം. ബോസ് ഇത് മാത്രം കിട്ടില്ല. പൊടി കാശ്മീരി ചില്ലി
ഇത് മാത്രമേ അതൊന്നും കിട്ടിയുള്ളൂ, വേറെ ഒന്നും കിട്ടില്ല. അണ്ണാക്കിൽ കൊണ്ടാണ് കേൾക്കണം. ഇല്ലേ? കുഴപ്പമുണ്ടോ? കുറച്ച് വെള്ളം കിട്ടുമോ? സാർ ഒന്നും പേടിക്കണ്ട. സാറിന്റെ കൂടെ നമ്മുടെ അഗ്നി അഗ്നി ന്യൂസ് ടീം. ചാനൽ ഉണ്ട് കേട്ടാ. ഇത് നമ്മൾ ഇന്ന് എക്സ്ക്ലൂസീവ് വിടും കേട്ടാ. വേർപ്പുടക്കോ കാശ്മീരി ചില്ലിയാണെന്ന് അറിഞ്ഞൂടാ എനക്ക്. അറിഞ്ഞതായിരുന്നു. മണപ്പിച്ച് നോക്കില്ല, പൊടി ഉണ്ടെന്ന്. പോട്ടെ. കഴിക്കും മക്കളെ അങ്ങോട്ട് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കണത്. അമ്മാനും ഇരി, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഞാൻ കഴിച്ചു. ഞാൻ കടയിൽ നിന്ന് കഴിച്ചിട്ടില്ല വന്നത്. ഓ പിന്നെ ഇന്ന് കടയിൽ പോയി ജംഗ്ഷനിൽ പോയപ്പോഴേ ഇവിടെ അവിടെ എല്ലാവരും സംസാരം നമ്മൾ കുറച്ച് നേരത്തെ കണ്ട് TV കണ്ടില്ലേ, വെറുതെ കൊച്ചിനെ പീഡിപ്പിച്ച അവന്റെ കാര്യമാണ്. ഇങ്ങോട്ട് നോക്ക്, 4 മുഖം മൂടി ഇട്ടവന്മാരാണ് അവനെ കടത്തിക്കൊണ്ട് പോയെന്നാണ് പറയുന്നത്. ജംഗ്ഷനിൽ എല്ലാവരും അങ്ങനെയാണ് പറയണത്. അവരാരൊക്കെയാന്നെല്ലാം പറഞ്ഞ അമ്മാവനെ. നിങ്ങളെന്നാണ് പറയണത് അവിടെ. അത് അവർക്കെങ്ങനെ അറിയാം? എന്തായാലും വണ്ടിയാടി നിങ്ങൾ. അവൻ മുഖം മൂടി ഇട്ടിക്കല്ലേ, പിന്നെ അങ്ങനെ ആളെ അറിയും. ഇനി ഇതുപോലെ തമാശ പറഞ്ഞ തലമണ്ട അടിച്ച് ഞാൻ പൊട്ടിക്കും. ഒന്നാമത്തെ മനുഷ്യൻ തീരെ ഇരിക്കുക, അതിന്റെ ഇടയ്ക്കാണ്. കുറച്ച് ഐസ് വെള്ളം ഒഴിക്കട്ടാ. എന്റെ പൊന്നോ. അമ്മ വാന്ന് പറഞ്ഞേ. എടി അമ്മാനെ അത് പിന്നെ നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കാതെ കുറച്ച് തമാശ പറഞ്ഞ് ചിരിപ്പിക്കാന്ന് വിചാരിച്ചതാണ് ഞാൻ. ഞങ്ങൾക്ക് ഒരു വിഷമമല്ല, ഞങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നത്. നല്ല തമാശ. ചെവിയുടെ പ്രശ്നം മാറിയപ്പോ ഹ്യൂമർ സെൻസ് കൂടി തോന്നുന്നുണ്ട് കേട്ടാ. അതാ പറഞ്ഞ അടുത്തത്. എന്താടാ? ചാരുവിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തോന്നു? അണ്ണന്റെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല, ചാരുവിന്റെ അടുത്തല്ലേ എനിക്ക് പറയാനുള്ളത്. കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് വരും. അവ എന്തൊരു ഭയങ്കര സീരിയസ് ആണല്ലോ. എനിക്കറിയില്ല. ഞാൻ പോയി. എടി മോളെ, എന്തോ അടി? എനിക്കറിഞ്ഞൂടാ അമ്മാവാ. എടാ ഭാവി, എന്താ പറയണ്ടെന്ന് പറഞ്ഞ? പറ. ഐ ലവ് യു. ഇത് പറയാൻ വേണ്ടിട്ടാണോ നീ എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞത്? വേറെ കാര്യമുണ്ട് പറയാം. പറയട്ടെ? Will you marry me? തമാശ കളിക്കല്ലേടാ ഭാവി. തമാശയല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞത്. ഇത് രണ്ടിനല്ല വന്നത്, വേറെ കാര്യം പറയാൻ വേണ്ടിട്ടാണ് വന്നത്. ഇതേപോലെ എന്തെങ്കിലും പറയാൻ വേണ്ടിട്ട് തന്നെ ആയിരിക്കും. വേറെ കാര്യം. എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ? ഇല്ല. ഇല്ല. ഇതാരുടെയാ? ഇത് ഞാൻ ഒരു എൻക്വയറി കണ്ടിട്ട് സ്ഥലത്ത് പോയായിരുന്നു, അവിടെ വെച്ച് കിട്ടിയത്. ഇത് കണ്ടപ്പോ ഈ പെൺകുട്ടികളൊക്കെ കയ്യിലിടുന്ന ടൈപ്പ് ബാൻഡില്ലേ, അതാണ് ഇത് കൈയിട്ടിരിക്കുന്ന ടൈപ്പ് എനിക്ക് തോന്നി. അതാണ് പിന്നെ ഭാവി. അത് പിന്നെ ഞാൻ കുഴപ്പമില്ല, ഇത് പിന്നെ പെൺകുട്ടികളിടുന്നതാണ് എനിക്ക് മനസ്സിലായി. അതാണ് ഞാൻ പിന്നെ നിനക്ക് തരാമെന്ന് വിചാരിച്ചത്. നീ ഇടുമല്ലോ ഇങ്ങനത്തുള്ള ബാൻഡ്, അപ്പം നിനക്ക് തരാമെന്ന് വിചാരിച്ചത്. അതാണ് ഞാൻ പിന്നെ വന്നത്. ഇച്ചോ ഏട്ടോ, കൊള്ളാല്ലേ? പോട്ടെ. അതെ, നിനക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഒന്നും പറയില്ലേ? അല്ല, സാധാരണ ഇങ്ങനെ എന്തെങ്കിലും പോണ സമയത്ത് മിസ് ചെയ്യുന്നൊക്കെ പറയാം. ഓക്കേടാ, ബൈ. ഓക്കെ, ഞങ്ങളെ നല്ല പറയാതിരിക്കണല്ലേ. ഞാൻ പോണ്, കേസിൻ്റെ കാര്യം എനിക്ക് അന്വേഷിക്കുന്നുണ്ട്. ബാക്കി ഈശ്വര, പിന്നെ ഇത് അറിഞ്ഞുകൊണ്ട് സംസാരിക്കാനാണോ ചുമ്മാ ഓരോന്ന് പറയാനാണോ? എടി, അവരെന്തിനാ
ആരെ വിളിച്ചേ? നിന്റെ അല്ലേ? നമ്മൾ പോയ സ്ഥലത്തുനിന്ന് അവൻ എൻ്റെ റെസ്റ്റ് ബാൻഡ് കളഞ്ഞു കിട്ടിയിരുന്നു. എന്നിട്ട് നീയാണെന്ന് അവന് മനസ്സിലായോ? ഇല്ല, അവനങ്ങനെ കൊള്ളിച്ചൊന്നും എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. ഇവളായതുകൊണ്ട് അവൻ പുറത്ത് വേറെ ആരുടെ പറയത്തില്ല. അത് ശരിയാ. എടി നീ കുറെ എമൗണ്ട് ക്രെഡിറ്റ് ആയെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നേക്കുന്നു. എടി അത് തന്നെ എനിക്ക് വന്നേക്കുന്നത്. എനിക്കും വന്നിട്ടുണ്ട്. മിഷൻ കംപ്ലീറ്റഡ്, സ്റ്റേ ഹാപ്പി എക്സ്. എന്റെ ദൈവമേ, അതിനർത്ഥം ഈ പണി കഴിഞ്ഞതല്ലേ? ഇനി വേണമൊന്ന് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ. ആടി ശരിയാ. അയ്യോ, നമുക്കെന്നേ ഷോപ്പിങ്ങിന് പോയാലോ? എടി ഷോപ്പിങ്ങിനൊക്കെ നമുക്ക് പിന്നെ പോവാം. നമുക്ക് ആദ്യം തന്നെ ആ കുട്ടിയെ കാണാൻ പോയല്ലോ. ഏത് കുട്ടി? മറ്റേ ഈ കേസിലെ കുട്ടി. നമുക്കൊന്ന് കണ്ടുപിടിച്ചിട്ട് ഒന്നോടെ വരെ പോയിട്ട് വരാം. അത് നമുക്ക് പോവാം. എടി ഇതാണോ നമ്മുടെ വീട്? ഇതന്നെ കറി നോക്കിയാലോ? ഇവിടെ ആരുമില്ലേ? ഹലോ ചേച്ചി. ചേച്ചി രമ ചേച്ചി അല്ലേ? അതെ. ഞങ്ങൾ കുറച്ച് ദൂരത്തുനിന്ന് വരുവാ. നിങ്ങൾ പത്രക്കാരാണോ? അയ്യോ അല്ല ചേച്ചി, ഞങ്ങള് ചേച്ചീന്റെ മോളെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. സാധാരണ പത്രക്കാരെ ഇവിടെ വരാറ്. അവരോട് മറുപടി പറഞ്ഞ് ഞാൻ മടുത്തു. സ്വന്തം കുഞ്ഞിനെ നശിപ്പിച്ച കാര്യം ഒരമ്മ എത്ര പ്രാവശ്യം പറയും? ആക്ച്വലി ആൻറ്റി, നമ്മളതൊന്നും ചോദിക്കാൻ വന്നതല്ല. മോളെ ചേച്ചീനെ ഒന്നും കണ്ടിട്ട് ഇതൊന്ന് ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാ. മോളിവിടെ ഇല്ല. മോളെ അകന്നൊരു ബന്ധുവിന്റെ വീട്ടിൽ നിർത്തിയിരിക്കുക. കുഴപ്പമില്ല, ഇത് മോക്ക് കൊടുത്താ മതി. കുറച്ച് ചേച്ചിമാര് കൊണ്ട് തന്നെയെന്നും പറഞ്ഞാ മതി. ദാ എന്തായാലും ചേച്ചി വിഷമിക്കണ്ട, അയാൾക്ക് കിട്ടാനുള്ളത് കിട്ടിയല്ലോ. മോളെ നമുക്ക് നന്നായിട്ട് വളർത്തണം. ആ 4 പേരാരാന്ന് എനിക്കറിയില്ല. അവരെ എൻ്റെ അടുത്തേക്ക് ദൈവം അയച്ചതാ. നമുക്കിറങ്ങാം. ഞങ്ങളെന്നാ ഇറങ്ങട്ടെ ചേച്ചി? ശരി എന്നാ പോട്ടെ. ഇപ്പൊ മനസ്സിനൊരു സമാധാനമൊക്കെ കിട്ടുന്നില്ലേ? സത്യം. അതെ.